ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ഈ ഉദയകുമാറും ഇവരെ ഈ അനുഭാവികളായിരിക്കാം. പക്ഷെ ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ഇവൻ, എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് കാര്യമായിട്ട് എഴുതി കൊടുത്തിട്ടാണ് ഞാൻ പിരിഞ്ഞത് യൂണിയനിൽ നിന്നും. എനിക്ക് എൻ്റെ അച്ഛൻ്റെ എനിക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുപോലെ എനിക്ക് തുടർന്ന് വാർദ്ധക്യ സഹജമായ രോഗത്താൽ എനിക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റില്ലെന്ന് ഞാൻ അവിടുത്തെ എഴുതി കൊടുത്ത്. ഇവനൊന്നും അല്ലാഞ്ഞിട്ട് ഇവൻ കള്ളത്തരം കാണിച്ചേച്ച് ലോകത്തെ വരട്ടാവുന്നതാണോ ഇവൻ ഓർത്തേക്കുന്നത്? നല്ല അടി കൊടുത്തേച്ച് പറയിപ്പിക്കണം. ഇവൻ വലിയ ആളായിരുന്നു. എന്നിട്ട് എന്നെ കൊണ്ടുവന്ന ട്രയൽ കാണിക്കുന്നു. എൻ്റെ അമ്മ കൊല്ലുന്നത് ട്രയൽ കാണിക്കുന്നത്. അത് ബാലു എന്ന് പറയുന്ന അയാളും അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ബാലു അയാളുടെ ഭാര്യയും കണ്ടിട്ടുണ്ട്. എന്നുവെച്ചും എന്നെ കൊഞ്ഞനം കുത്തുന്നത്. ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു. ഇവിടെ വന്നിട്ട് ആവശ്യമില്ലാത്ത കുറേ ക്രിയേഷൻ. ഞാൻ നാട്ടുകാരെ എല്ലാം പീഡിപ്പിക്കാൻ ചെല്ലുന്നു, മറ്റത് ചെയ്യുന്നു, മറിച്ചത് ചെയ്യുന്നു പറഞ്ഞിട്ട് കുറേ ഡയലോഗ്. അവൻ്റെ ഡയലോഗൊന്നും എനിക്ക് കേൾക്കണ്ട. പത്തനംതിട്ട എസ് പിക്കും മറ്റ് എല്ലാവർക്കും ഞാൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. വേൾഡ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ചെയർമാനായി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപ്രകാരം എല്ലാ നടപടിയും എടുത്തില്ലെങ്കിൽ കള്ളത്തരം കാണിച്ചവനെ എല്ലാത്തിനും എല്ലാത്തിനെയും അല്ല, ഈ 4 പേരെ ചോദ്യം ചെയ്ത് ആരാ ചെയ്തിട്ടുള്ള അവരെ അറസ്റ്റ് ചെയ്ത് അകത്തിടുക. ആരെയും ഞാൻ രാഷ്ട്രീയക്കാരെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. അവരാരും ഒന്നും ചെയ്തില്ല. ഇവരിപ്പോൾ പെടുത്തിയേച്ച് അവരോട് പ്രലോഭനം ചെയ്യുമ്പോൾ അന്നേരത്തേക്ക് അവരും എനിക്കെതിരെ തിരിയാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത ഒറ്റ അടവാണത്. അത് ഞാൻ ഒരു രാഷ്ട്രീയക്കാരെയും അതിൽ ഉൾപ്പെടുത്തുന്നില്ല. അവർ വന്ന് സാഹചര്യത്തിൽ കണ്ടു കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കാണും. അതല്ലാതെ എൻ്റെ അമ്മ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരെ കളിയാക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കത് വ്യക്തമായിട്ട് അറിയും. ഇവർക്ക് പണ്ട് മുതലേ ഇങ്ങനെ അമ്മയോട് കലിപ്പുണ്ടായിരുന്നു. അതുപോലെ അയിത്വം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ നിൽക്കുന്നത്. ആദ്യം പറഞ്ഞാൽ നായരാന്നും പറഞ്ഞാൽ കല്യാണം കഴിച്ചു. പിന്നീട് അറിയപ്പെട്ടു. എന്നുവെച്ചാൽ ഇപ്പം പറയുന്നു വേറെ ജാതിയാണ്. അത് വേണ്ട. എൻ്റെ ഭാര്യയെ ഞാൻ എൻ്റേതായിട്ട് നോക്കിക്കോളാം. എൻ്റെ മോൻ്റെ കൂടെ കിടക്കണമെങ്കിൽ ഞാൻ കിടന്നോളാം. ഇവളെന്നതിന് എൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുപ്പം. എന്നിട്ട് അവനെ സാമ്പത്തികപരമായി ചുരുക്കിച്ചേച്ച് അവനോട് പറഞ്ഞു, നിനക്ക് ഈ വസ്തുവല്ല എഴുതി തരാം. അതിനെക്കാട്ടും ഒരു കൂലിയും വേലയും ചെയ്യാത്ത ഒരുത്തൻ അവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ചേച്ചിയുടെ ആങ്ങള. എന്നിട്ട് അവനും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞു നിൽക്കുക. അങ്ങനെയൊന്നും വേണ്ട. ഞാൻ എല്ലാ ധീവരസഭയിലും എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷാബി പറമ്പിലും മറ്റേ എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ വ്യക്തികളെ അറസ്റ്റ് ചെയ്യുക, ചോദ്യം ചെയ്യുക, അത് ചെയ്ത ആരാണോ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക, വേണ്ട ശിക്ഷകളും കൊടുക്കുക. അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആരെയും പെടുത്താനും ഉദ്ദേശിക്കുന്നു.